ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു ഫ്രണ്ട് ഓപ്പൺ പ്ലീറ്റഡ് നൈറ്റിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അജ്രക്കിൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്രിൻ്റ് വന്നിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ ഇത്. DCM ബ്രാൻഡിൽ വന്നിട്ടുള്ള തുണിയാണ്. ഈ നൈറ്റിയുടെ ഫ്രണ്ടിൽ സിബ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ കട്ടിങ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ഈ തുണി ഒന്ന് 4ആയിട്ട് മടക്കിയെടുക്കണം. ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലെ ഒരേ വശത്തേക്ക് വരുന്ന രീതിയിൽ 4ആയിട്ട് ഒന്ന് മടക്കിയിടണം. അപ്പോൾ നല്ല വൃത്തിക്ക് മടക്കിയിടണം, ചുളിവൊന്നും വരാതെ നല്ല വൃത്തിയായിട്ട് തന്നെ 4ആയിട്ട് മടക്കിയെടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ അളവുകളൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഓപ്പൺ വരുന്ന ഭാഗമാണ് ഇത്. 2 പീസ് അടിഭാഗത്ത് 2 പീസ്, രണ്ടും ഓപ്പൺ വരുന്ന ഭാഗമാണ് വലതുവശത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ നിൽക്കുന്ന വശത്തേക്ക് ഓപ്പൺ ഇല്ലാത്ത ഭാഗം വേണം വരാനായിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഷോൾഡറൊക്കെ ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി പോവുകയാണേ. 7 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു XL സൈസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു നൈറ്റിയാണ് കേട്ടോ. ആ 7 ഇഞ്ച് ഞാൻ താഴേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2-3 സ്ഥലത്തായിട്ട് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തുന്നത്. ഇനി കൈക്കുഴി മാർക്ക് ചെയ്യുന്നുണ്ട്. കൈക്കുഴി ഒരു 7.5 എടുക്കുന്നുണ്ട്. അതായത് ഷോൾഡർ 7 ഇഞ്ചാണെങ്കിൽ 7.5 അര ഇഞ്ച് കൂട്ടി വേണം നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട്. ഷോൾഡർ നമ്മൾ കൂട്ടി അടിക്കുമ്പോൾ അര ഇഞ്ച് പോകുമല്ലോ, അപ്പം അതും കൂടെ കൂട്ടിയാണ് അര ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് യോക്കിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ 10 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത് വരുന്നത്. ഒരുമാതിരി സാധാരണ എല്ലാ ആൾക്കാർക്കും തന്നെ 10 ഇഞ്ചൊക്കെ മതിയാകും. പിന്നെ ഒത്തിരി ഹൈറ്റൊക്കെ ഉള്ളവർക്ക് ഒരു 10.5 11 എടുക്കാവുന്നതാണ്. ഇനി ആ കൈക്കുഴി മാർക്ക് ചെയ്തില്ലേ, കൈക്കുഴി മാർക്ക് ചെയ്ത് അവിടുന്ന് ഈ 10 ഇഞ്ച് യോക്ക് ലെങ്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന അങ്ങോട്ടേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു കർവ് കൊടുത്തിട്ട് വേണമെങ്കിലും മാർക്ക് ചെയ്യാവേ. ഞാനിപ്പോൾ ചെറിയൊരു കർവായിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയാണ് നമ്മുടെ യോക്കിൻ്റെ ഭാഗം വരുന്നത്. ഇനി അപ്പുറത്തെ വശത്തുനിന്ന് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യണം. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനൊരു 8 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ താഴേക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈക്കുഴി 7.5 ആയിരുന്നല്ലോ എടുത്തിരുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്ലീവിന് ജോയിൻ ചെയ്യുന്ന ഭാഗം വരുന്നില്ലാത്തത് കൊണ്ട് അര ഇഞ്ച് കുറച്ചിട്ട് 7 എടുത്താൽ മതിയേ. അപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ ഭാഗത്ത് 7 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് അപ്പുറത്തെ വശത്തേക്കൊരു 3.5 മാർക്ക് ചെയ്യണം. അതായത് നമ്മൾ ചുരിദാറിനൊക്കെ സ്ലീവ് അടിക്കുമ്പോൾ നമ്മളൊരു 3.5 മാർക്ക് ചെയ്യാറുണ്ടല്ലോ താഴേക്ക് നീക്കി. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇത്. ഇനി ആ 3.5 സ്ട്രെയിറ്റ് ആയിട്ട് വരാനായിട്ട് ഞാൻ താഴേക്കും കൂടി ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി ആ 3.5 മാർക്ക് ചെയ്തെടുത്തു നിന്ന് താഴേക്ക് ഒരു 9.5 വരെയൊക്കെ മാർക്ക് ചെയ്ത് എടുക്കാവേ. ഞാനിവിടെ ഒരു 9.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ അവിടെയും വരച്ചു കൊടുത്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾ മാർക്ക് ചെയ്യണം. എനിക്കിവിടെ ഒരു 6.5 വേണ്ടത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി
8 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ സ്ലീവിൻ്റെ 9.5 അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കണം. അവിടുന്ന് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടേക്കും മാർക്ക് ചെയ്ത് അതൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ യോക്കിന് ഇപ്പുറത്തെ വശത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നല്ലോ, അപ്പോൾ അപ്പുറത്തെ വശത്ത് നമ്മൾ ഒരു 10.5 മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്യാനായിട്ട് ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു നിന്ന് സ്ലീവിൻ്റെ 9.5 ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ, ആ ലൈനിൽ കൂടി കൂട്ടി യോജിപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങേയറ്റം വരെ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണേ. ഇതുപോലെ 9.5 ജോയിൻ ചെയ്ത ആ കോൺ പോലെയുള്ള ഭാഗമുണ്ടല്ലോ, അവിടെ കൊണ്ടേ മുട്ടിച്ച് വേണം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ 9.5 മാർക്ക് ചെയ്തതിൻ്റെയും തമ്മിലുള്ള അകലം, ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് എത്രയാണ് വന്നിരിക്കുന്നതെന്ന് ഒന്ന് നോക്കണം. അതിനുശേഷം ആ അതേ അളവ് നമ്മൾ ആ 10.5 മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്തേക്ക് വെച്ചിട്ട് എനിക്കിപ്പോൾ ഒരു 4.5 കിട്ടിയിരിക്കുന്നത്. 4.5 4.25 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വരുന്ന അങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ 4.25 വരുന്നത് എവിടെയാണോ അവിടെ വെച്ചിട്ടൊന്ന് താഴേക്ക് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.25 ഞാൻ എടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3 ഇഞ്ച് കിട്ടാവുന്ന പോലെ. കുറച്ചുകൂടെ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ 3 ഇഞ്ച് എടുക്കാം കേട്ടോ. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതൊരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് എങ്ങനെ വേണേലും മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെരിച്ചൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ചെരിച്ച് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനിയും ബാക്ക് നെക്കും കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. 3 ഇഞ്ചാണ് ഞാൻ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കർവായിട്ട് ഞാൻ റൗണ്ട് നെക്ക് എടുക്കുവാണ്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തങ്ങ് മാറ്റാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. നമ്മൾ ആ കറക്റ്റ് വരച്ചിരിക്കുന്ന ആ ലൈനിൽ കൂടി വന്നിട്ട് ആ 9.5 മാർക്ക് ചെയ്തിട്ടില്ലേ സ്ലീവിൻ്റെ, അവിടുന്ന് താഴേക്ക് ചെരിച്ച് വരച്ചിട്ടുണ്ടല്ലോ, അതിൽ കൂടി വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ട്രെയിറ്റ് നമ്മൾ വരച്ചിരിക്കുന്ന ആ വരയിൽ കൂടി കട്ട് ചെയ്ത് പോകരുത്, താഴേക്ക് വരച്ചിരിക്കുന്ന ആ ലൈനിൽ കൂടി വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണമെന്നില്ല, ഒന്ന് കട്ട് ചെയ്തൊന്ന് വെക്കണം. നമുക്ക് പ്ലീറ്റ് ഇടുമ്പോൾ കറക്റ്റ് സെൻറ്ററൊക്കെ ആവശ്യം വരുവേ. അപ്പോൾ അതറിയാനായിട്ടാണ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യുന്നതും മാറിപ്പോകരുത്. നമ്മൾ സെൻറ്ററിൽ 9.5 വരച്ചിരിക്കുന്ന അതിലെ കട്ട് ചെയ്തേക്കരുത്. 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അവിടുന്ന് ഇതുപോലെ കറക്റ്റ് ആ ലൈനിൽ കൂടി വന്ന് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യണം. സ്ലീവിൻ്റെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ കറക്റ്റ് പോയിൻ്റിൽ കൂടി ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗം തേരുഭാഗം ആയതുകൊണ്ട് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുള്ളവർക്ക് മടക്കി അടിക്കാം, ഞാനിപ്പം മടക്കി അടിക്കുന്നില്ല. ഇനി സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് യോക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. യോക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കറക്റ്റ് ആ ലൈനിൽ കൂടി കട്ട് ചെയ്ത് വരണം. പിന്നെ ഇങ്ങനത്തെ നൈറ്റിയിലൊക്കെ ഇതിപ്പോൾ 290ൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ അധികം തുണിയൊന്നും മീതി വരത്തില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസുകളൊന്നും കളയരുത്, നമുക്കെല്ലാം ആവശ്യം വരുവേ. ഇത് നമുക്ക് സിപ്പ് അറ്റാച്ച് ചെയ്യാനായിട്ട് എടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതും നിങ്ങൾ ഓർക്കാതെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തേക്കരുത്, ബാക്ക് നെക്ക് വേണം ആദ്യം കട്ട് ചെയ്യാനായിട്ട്. ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ട് ഉണ്ടല്ലോ, ബാക്ക് പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് അത് മാറ്റി വയ്ക്കണേ. അപ്പം ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതും നടുവേ മടക്കിയിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. സെൻറ്റർ അറിയാൻ വേണ്ടി ചെറിയൊരു കട്ട് അവിടെയും ഇട്ട് കൊടുക്കണം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. നല്ല കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യാം. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തില്ലേ, ബാക്കിലെ നെക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ചെറിയ പീസ് ഉണ്ടല്ലോ, അപ്പം ബാക്ക് നെക്കിൽ നമുക്ക് പീസ് വെക്കാനായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ക്രോസ് പീസ് നമുക്ക് അതിൽ നിന്നും വേണം കട്ട് ചെയ്യാൻ. കാരണം അധികം തുണിയൊന്നും നമുക്കിതിൽ മീതി വരത്തില്ല. അപ്പോൾ ഇതുപോലെ കിട്ടുന്ന ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് ഇതുപോലെ ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ക്രോസ് പീസൊക്കെ എല്ലാവർക്കും തന്നെ കട്ട് ചെയ്യാൻ അറിയാവുന്നതായിരിക്കും. അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽഡായിട്ട് പിന്നീടൊരു വീഡിയോ ഇടാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൊത്തം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സിപ്പ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ കമൻ്റ് ഇട്ടാൽ മതി.